കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പുതിയ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. മെക്സവനുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ, പ്രതികരണങ്ങളൊക്കെ വരുന്നത്. മെക്സവൻ വ്യായാമത്തിൽ സമസ്ത AP വിഭാഗ നേതാവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരിയും പങ്കെടുത്തു എന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് പുനൂരിൽ നടന്ന മെക്സവൻ പരിപാടിയിലാണ് ഹക്കീം അസ്ഹരി പങ്കെടുത്തത്. മെക്സവനെതിരെ സമസ്ത AP വിഭാഗം ശക്തമായി രംഗത്ത് വന്നിരുന്നു. സുഹൃത്തുക്കൾ വിളിച്ചതുകൊണ്ടാണ് പോയത് എന്ന വിശദീകരണവുമായി ഹക്കീം അസ്ഹരിയും രംഗത്തുണ്ട്. പരിപാടിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നത്. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത സുഹൃത്തും പിന്നീട് ഈസ്റ്റേൺ പ്രോവിൻസ് ഡയറക്ടറും മർക്കസ് നോളജ് സിറ്റിയിലെ എന്നെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ നമ്മൾ പൂനൂർക്കർ ഡോക്ടറെ കണ്ടപ്പോൾ മനസ്സിലായി പൂനൂർക്കർ മാത്രമല്ല ഉള്ളത് എന്ന്. ഇന്ത്യ അസ്കരിയുമാണ് വിവരങ്ങളുമായുള്ളത്. ഇദ്ദേഹം പങ്കെടുത്തപ്പോൾ ഹക്കീം അസ്കരി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതേസമയം AP വിഭാഗം ഈ കൂട്ടായ്മയ്ക്കെതിരെ ശക്തമായ നിലപാടും സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് വിശദീകരണം വരുന്നത്? എപ്പോഴായിരുന്നു ഈ പരിപാടിയിൽ ഇദ്ദേഹം പങ്കെടുത്തത്? മറ്റു വിവരങ്ങൾ രതീഷ്, തീർച്ചയായിട്ടും മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് വളരെ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യഘട്ടത്തിൽ CPMന്റെ P മോഹനൻ മാഷായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നത്. തൊട്ടു പിന്നാലെ കാന്തപുരം AP സമസ്തയുടെ വിഭാഗവും ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അടക്കമുള്ള നേതാക്കൾ മെക്സവനെക്കുറിച്ച് ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ AP സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായ ഹക്കീം അസ്ഹരി, മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതായത് 8 മാസങ്ങൾക്ക് മുൻപ് പുനലൂരിൽ വെച്ച് ഇദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് അവിടെ ഒരു വ്യായാമ കൂട്ടായ്മ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇത് കാണുകയും അതിന്റെ ഭാഗമായി സുഹൃത്തുക്കൾ പറഞ്ഞത് മൂലമാണ് അദ്ദേഹം അവിടെ ആ പരിപാടിയിലെത്തി സംസാരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ശക്തമായി ഇപ്പോൾ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഗൂഢലക്ഷ്യം ഇതിലുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് കാന്തപുരം വിഭാഗമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇതിൽ പങ്കെടുത്തു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ തന്നെ അദ്ദേഹം നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് തനിക്ക് ആ കൂട്ടായ്മയെക്കുറിച്ച് കാര്യമായ വിവരം ഉണ്ടായിരുന്നില്ല. അവിടെ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം സംസാരിച്ചിരുന്ന കാര്യം ഈ വ്യായാമ മുറകളൊക്കെ നടക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ സ്ത്രീകൾ പുരുഷന്മാർ വ്യായാമം ചെയ്യുന്നത് നോക്കുകയും പുരുഷന്മാർ സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നത് നോക്കുന്നതുമൊന്നും അത്ര രസകരമായ കാര്യമില്ല. അതിലൊരു സ്വകാര്യത വേണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളൊരു വിശദീകരണ കുറിപ്പ് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അടക്കം ഇതിനെതിരെ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു ജമാഅത്ത് ഗൂഢലക്ഷ്യമുണ്ട്. അതുകൊണ്ട് സുന്നി വിശ്വാസികൾ ആരും ഇതിൽ പെട്ടുപോകരുത്. അത്തരത്തിൽ പെട്ടുപോയാൽ ഈമാൻ തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാമെന്ന രീതിയിലായിരുന്നു പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അടക്കം ഇതിൽ പ്രതികരിച്ചിരുന്നത്. രതീഷ്.